നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ലോകം മറ്റൊരു വലിയ ഇന്ധന പ്രതിസന്ധിയിലേക്കാണോ നീങ്ങുന്നത്? പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ റഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ആഗോള വിപണിയെ ആശങ്കയിലാഴ്ത്തുകയാണോ? ഏപ്രിൽ 1 മുതൽ പെട്രോൾ കയറ്റുമതി നിരോധിക്കാനുള്ള റഷ്യയുടെ തീരുമാനം ആഗോള എണ്ണ വിലയിൽ എന്ത് ചലനമുണ്ടാക്കും? ഇന്ത്യയെപ്പോലെ ഇന്ധന ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ഇത് എങ്ങനെയെല്ലാം ബാധിക്കും? റഷ്യയുടെ ഈ നീക്കം ഒരു രാഷ്ട്രീയ തന്ത്രമാണോ അതോ ആഭ്യന്തര സുരക്ഷാ നടപടിയാണോ? ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ എത്തിയിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ ഇന്ധനവില, പണപ്പെരുപ്പം, സമ്പദ് വ്യവസ്ഥ എന്നിവയെ എങ്ങനെ ബാധിക്കും? യുദ്ധം കൂടുതൽ രൂക്ഷമായാൽ ഹോർമൂസ് പോലുള്ള പ്രധാന റൂട്ടുകളെ ഇത് ബാധിക്കുമോ? ഈ വിഷയങ്ങളാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം നയതന്ത്ര വിദഗ്ധനായ ടി.പി. ശ്രീനിവാസൻ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കെ.ജെ. ജോസഫ്, വിദേശകാര്യ വിദഗ്ധരായ ജെ.എസ്. അടൂർ, ജോസഫ് ആൻ്റണി എന്നിവർ. ആദ്യം ശ്രീ ടി.പി. ശ്രീനിവാസൻ, റഷ്യ ഏപ്രിൽ 1 മുതൽ ഇന്ധന കയറ്റുമതി നിരോധിക്കാൻ തീരുമാനിച്ചത് കേവലം ആഭ്യന്തര വില നിയന്ത്രിക്കാൻ മാത്രമാണോ, അതോ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ഊർജ നയതന്ത്ര ഭാഗമാണോ ഇത്? താങ്ക് യു. ഞാനൊരു ഇക്കണോമിക് എക്സ്പേർട്ടോ ഓയിൽ എക്സ്പേർട്ടോ അല്ല. So I'm a bit of a misfit in this group. So I'm afraid I won't be able to contribute much about price of oil, etc. എങ്കിലും ഇപ്പോൾ എന്താണ് ഒരു രാഷ്ട്രീയ വശം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ കഴിയൂ. തീർച്ചയായും ഈ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത ഇതൊറ്റ മനുഷ്യന്റെ തലയിൽ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായി കാണില്ല. ഏത് നേതാവ് യുദ്ധം ചെയ്താലും അല്ലെങ്കിൽ സമാധാനം പാലിച്ചാലും ഒക്കെ അദ്ദേഹത്തിന് ഒരു കൺസോർഷ്യം ഉണ്ടായിരുന്നു. മറ്റാളുകളുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ സെക്കൻഡ് പോലും അദ്ദേഹം പറയുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം. അപ്പോൾ അതൊരു പ്രത്യേകത. രണ്ടാമത്, മരണസംഖ്യ കുറവായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫോക്കസ് ഈസ് ഓൾ ഓൺ ഇക്കണോമിക്സ്, നോട്ട് ഓൺ ദ വാർ. ഇപ്പോൾ വാർ നടക്കുന്ന എല്ലാവരുടെയും സങ്കടം പാചകവാതകത്തിന് വില വർദ്ധിക്കുന്നത്. ഇതൊരു വലിയ പ്രത്യേകതയാണ്. യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരിക്കണം എല്ലാവരും ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു മാത്രമേ കഴിയൂ. നമ്മളെല്ലാം ഡിസ്ട്രാക്റ്റഡ് ആയി മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഇപ്പോൾ അതിന് വലിയ പ്രസക്തി എനിക്കൊന്നും തോന്നുന്നില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണം ചൈനയും നിർണായകമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോഴായിരിക്കും അതൊരു ലോക മഹായുദ്ധമായി മാറും. പക്ഷെ റഷ്യയും ചൈനയും എന്താണ് ചിന്തിക്കുന്നത്? ഈ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുറ്റങ്ങൾ തന്നെ നശിക്കുന്ന ഒരു സ്ഥിതിയാണോ അവർ ആഗ്രഹിക്കുന്നത്? അതോ യുദ്ധം അവസാനിച്ചിട്ട് സമാധാനം ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഗുണമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ. അപ്പോൾ യുദ്ധം അവസാനിക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ മതി, ഉടനെ തന്നെ വില കുറയുന്നു. ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസിഡന്റ് ട്രംപിൽ നിന്ന് ഇനി കുറച്ചധികം നാൾ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇന്ധന വില കുറഞ്ഞു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇന്ധന വില കൂടി. അപ്പോൾ നമ്മൾ എന്താണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്? ഇതൊരു തരം ഒരു മാഡ് സിറ്റുവേഷനാണ്. ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ പോലും അൺഇമ്പോർട്ടൻ്റായി മാറിയിരിക്കുകയാണ്. എന്താണ് ജിയോ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്? 3 റെഷീംസിനെ മാറ്റിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നിട്ട് ഏത് റെഷീമാണ് ഏത് തരത്തിലാണ് സംസാരിക്കുന്നതെന്നുണ്ടോ
പറയുമ്പോൾ ഇതിലൊന്നും രാഷ്ട്രീയ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനിതിലൊരു മിസ്ഫിറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ആ വശങ്ങൾ എന്തെങ്കിലും ചർച്ചയിൽ ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ യുദ്ധം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? ഇത് പുതിയ അന്താരാഷ്ട്ര കൂട്ടുകെട്ടുകൾക്ക്, പുതിയ സമവായങ്ങൾക്ക് സാധ്യത തുറക്കുന്നുണ്ടോ? അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ അലയൻസസും എല്ലാ തരം കൂട്ടുകെട്ടുകളും ഒക്കെ ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കാരണം ഏത് അലയൻസ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്? നേറ്റോയും അമേരിക്കയുമായിട്ടുള്ള ബന്ധമായിരിക്കണം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലയൻസ്. പക്ഷെ ഇപ്പോഴ് അവരെ സഹായത്തിന് വിളിച്ചിട്ട് പോലും ഹോർമൂസിൽ നിന്ന് കപ്പലുകൾ മാറ്റുന്നതിന് സഹായിക്കാൻ ചൈനയോടും റഷ്യയോടും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാ നേറ്റോ കൺട്രീസിനോടും ഒക്കെ അദ്ദേഹം ആവശ്യപ്പെട്ട് ഒരാളൊരു മറുപടി പോലും നൽകിയിട്ടില്ല. അപ്പോൾ അലയൻസസ് ഒന്നും കൂടുന്നില്ല. നമ്മൾ ഈ ഒരു പഴയ സിസ്റ്റം മാറിയിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു. വേൾഡ് ഓർഡർ ഈസ് ഡെഡ് ആൻഡ് ദ ന്യൂ വൺ ഈസ് നോട്ട് എമർജിങ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം, പിന്നീട് എണ്ണയുടെ വിലയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ കൊടുക്കുക എന്നുള്ളതിൽ, അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ വേൾഡ് എമർജ് ചെയ്യുന്നതിൻ്റെ ഒരു സാധ്യതകളും നമ്മളിപ്പോൾ കാണുന്നു. എല്ലാവരും അവരവരുടെ പുതിയ ഓർഡറിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും എന്ന ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ ഒരു പുതിയ മാറ്റം ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നില്ല. അപ്പൊ ഈ യുദ്ധമെങ്കിലും തീർന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകക്രമം എങ്ങനെയാണ് വരിക എന്ന് ചിന്തിക്കാൻ സാധ്യമാകും. ഈ യുദ്ധം അവസാനിക്കുന്നതോടെ ലോകക്രമത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അതാണ് ഇപ്പോൾ സാധിക്കാത്ത ഒരു കാരണം. ഇതിപ്പോ ട്രംപ് വിജയിക്കുക എന്നുള്ളതിന്റെ എന്താണ് അതിന്റെ അർത്ഥം? ഇറാൻ അവരുടെ ഇതിലേക്ക് മാറുക എന്നാണ്. പുതിയ റഷ്യൻ ഷുഡ് ബി ഫ്രണ്ട്ലി ടു US എന്നാണ്. അങ്ങനെ സാധ്യത ഒരിക്കലും വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ അദ്ദേഹം ജയിച്ചാലും തോറ്റാലും അത് ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ മാറ്റാൻ പോകുന്നില്ല. അവരൊരിക്കലും അമേരിക്കയുടെ ക്യാമ്പിൽ പോകാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ വിജയം കൊണ്ടാണെന്നില്ല ചൈനയോ റഷ്യയോ ഇന്ത്യയോ പെരുമാറും. അമേരിക്കയോടുള്ള ബന്ധം എപ്പോഴും ഒരു ഉഭയകക്ഷി ബന്ധമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അവരുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടെന്നും നമ്മൾ ഡെമോക്രസി ആണെന്നോ ഒന്നും ആരും ചിന്തിക്കുന്ന പോലില്ല. പ്രസിഡന്റ് ഒന്നും ആലോചിക്കുന്നതേ ഇല്ല. അപ്പൊ അങ്ങനെ ആ ഘട്ടത്തിൽ നിന്ന് മാറ്റം വരുന്നത് ഒരു പുതിയ തരത്തിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകണം. അതിന് ഒന്നാമത്തെ ഒരു ഡിറ്റർമിനേഷൻ എല്ലാവർക്കും വേണ്ടത് ഈ ഒരൊറ്റ മനുഷ്യന്റെ ചിന്തയിൽ പോകാതെ ഒരു ലോകത്തെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. അതിനുശേഷമായിരിക്കും നമുക്ക് എവിടെയാണ് നമ്മുടെ സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ ജോസഫ് ആന്റണി, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയുടെ ഈ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കാനാണ് സാധ്യത? ഇത് ഒരു ആഗോള രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാരണമാകുമോ? വാസ്തവത്തിൽ ഈ യുദ്ധത്തിന്റെ വലിയൊരു ഗുണഭോക്താവായിട്ട് റഷ്യ മാറി. റഷ്യയെ പിന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് യുക്രൈനിലെ യുദ്ധം തുടരുന്നു എന്നതിന്റെ പേരിൽ റഷ്യക്കെതിരായിട്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അവരുടെ എണ്ണ കയറ്റുമതി ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ നിരോധിക്കുകയും ഇന്ത്യ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചതിന് നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതായത് എണ്ണ വാങ്ങിക്കുന്ന നമ്മുടെ ഒരു പരമാധികാര രാജ്യം എന്നുള്ള നിലയ്ക്ക് വേറൊരു രാജ്യത്തിന്റെ എണ്ണ വാങ്ങിക്കാൻ എന്തും വാങ്ങിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിന് പോലും നമുക്കെതിരായി പിഴച്ചുങ്കം ചുമത്തിയിരുന്നു ട്രംപ്. ആ ട്രംപ് തന്നെ പിന്നെ പറഞ്ഞു, നിങ്ങൾ തൽക്കാലത്തേക്ക് 1 മാസത്തേക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുള്ളൂ. അപ്പൊ അവർക്ക് ആർക്ക് വേണമെങ്കിലും എണ്ണ വിൽക്കാനുള്ള ഒരു സാഹചര്യം, അനുവാദം അമേരിക്ക കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പോവാണ്. ആ എണ്ണ പണം കൊണ്ട് തീർച്ചയായിട്ടും എന്തിനെയാണോ റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നതിനെ അമേരിക്ക എതിർത്തിരുന്നത്, യുക്രൈനെ ആക്രമിക്കുന്നു. അതായത് ഇന്ത്യയുടെ, നമ്മൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ അമേരിക്ക ആക്ഷേപിച്ചത് ഇത് ഇന്ത്യ സ്കോറാണ്. അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, ആ പണം കൊണ്ട് ഉക്രൈനെ ആക്രമിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഈ ഇറാനെതിരായിട്ട് ഇസ്രായേലും അമേരിക്കയും തുടങ്ങിയ ഇല്ലീഗൽ വാറിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ വേറൊരു ഗുണഭോക്താവായിട്ട് അവർ മാറി. ഇറാന് പോലും ഗുണം കിട്ടി. ഇറാനെ പിന്നെ കടലിൽ കിടക്കുന്ന എണ്ണ വിറ്റോളാൻ വരെ പിന്നെ ട്രംപ് സമ്മതിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അതവിടെ നിൽക്കും. അപ്പൊ അതാണ്
പിന്നെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഇപ്പൊ ലോകം മറന്നിരിക്കുന്നു. അതിപ്പോ ആരും ചർച്ച ചെയ്യുന്നത് തന്നെയില്ല. അവർ തമ്മിൽ പരസ്പരം ആക്രമണം നടത്തുന്നു, എണ്ണ കേന്ദ്രങ്ങൾക്ക് ആക്രമണം നടത്തുന്നു, ഡ്രോണുകൾ ആക്രമണം, ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ അമേരിക്ക ആണല്ലോ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് യുക്രൈന് റഷ്യക്കെതിരായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോ ആ ആയുധം അങ്ങോട്ട് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി, യുക്രൈന് ആയുധം നൽകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം ഇറാനെതിരെ യുദ്ധം നടത്താൻ അമേരിക്ക കയ്യിലുള്ള ആയുധങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് വന്നത്. അപ്പൊ റഷ്യ ഇപ്പൊ വാസ്തവത്തിൽ വളരെ സ്വതന്ത്രമായ സന്തോഷകരമായ അവസ്ഥയിലാണ്. അവര് അതുകൊണ്ട് പരമാവധി ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ചരിത്രത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും ഈ ആഗോള രാഷ്ട്രീയത്തിലെ നേതൃത്വം വഹിക്കുന്ന രാജ്യങ്ങൾ, അതായത് ഹെജിമോണിക് പവർ എന്നൊക്കെ ഞങ്ങൾ പറയും, ഈ മേധാവിത്വം വഹിക്കുന്ന രാജ്യങ്ങൾ, അത് ഇപ്പൊ ഈ അമേരിക്കയ്ക്ക് മുമ്പ് ബ്രിട്ടൻ ആയിരുന്നു, അതിനു മുമ്പ് മറ്റ് രാജ്യങ്ങൾ ഈ ആഗോള രാഷ്ട്രീയത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്ക. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ, സൂപ്പർ പവർ എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരം രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്തർദേശീയ രാഷ്ട്രീയത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് അവരായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഗോള രാഷ്ട്രീയത്തെ കരുപ്പിടിപ്പിച്ചത്, രൂപീകരിച്ചത്, സ്ട്രക്ചർ ചെയ്തത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്നാണ്. അതിനവർ സൃഷ്ടിച്ചതാണ് ഐക്യരാഷ്ട്ര സംഘടന. ഞങ്ങൾ പറയും ലിബറൽ വേൾഡ് ഓർഡർ എന്നൊക്കെ എല്ലാവരും പറയും, ഉദാരവാദ ലോകക്രമം എന്നൊക്കെ പറയുന്ന ലോകക്രമത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഐക്യരാഷ്ട്ര സംഘടന. അതുപോലെ തന്നെ ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, അന്ന് ഗാട്ട്, ഇപ്പോഴത്തെ WTO, അതിനുശേഷം നേറ്റോയെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ ഡോളറിനെ ഒരു പ്രധാന സ്ഥാനത്ത് 1970 സൃഷ്ടിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ആഗോള ലോകം, അതിനെയാണ് അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താണ് റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ. അതായത് ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറും അതിനുശേഷം ഉണ്ടാക്കപ്പെട്ട കരാറുകളെല്ലാം അംഗീകരിച്ചു പോകണം. അങ്ങനെ അംഗീകരിച്ചു പോയാൽ മാത്രമേ ലോകത്തെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആഗോള നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഇന്ത്യക്ക് ഒരു ഭരണകൂടമുണ്ട്, ഒരു നിയമമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. സ്വാഭാവികമായിട്ട് ഒരാൾ കുറ്റം ചെയ്ത ശിക്ഷിക്കാനുള്ള എല്ലാ സംവിധാനമുണ്ട്. അന്തർദേശീയ തലത്തിൽ ആരുണ്ട്? ആകെ കൂടിയുള്ളത് ഈ ഐക്യരാഷ്ട്ര സംഘടന എന്നൊക്കെ പറയുന്ന സംഘടനകളും ആഗോള ധാരണകളും ഒക്കെയാണ്. അപ്പൊ ഈ ആഗോള, അതായത് റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏറ്റവും ചുരുങ്ങിയത് 2 കാര്യങ്ങളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഓരോ രാജ്യവും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ശക്തമാവട്ടെ സമ്പന്നമാവട്ടെ ദുർബലമാവട്ടെ, ഈ രാജ്യങ്ങളെല്ലാം എല്ലാ രാജ്യങ്ങളും പരസ്പരം ഓരോ രാജ്യത്തിന്റെയും പരമാധികാരത്തെ അംഗീകരിക്കണം, അത് ശക്തമായാലും ദുർബലമായാലും. രണ്ടാമത്തത്, ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്. ഈ 2 കാര്യങ്ങൾ, അതായത് ഈ 2 കാര്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ പോകുന്നത്. അതാണ് റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ. അത് ഇപ്പൊ നിലനിൽക്കുന്നത് ലിബറൽ വേൾഡ് ഓർഡർ, അമേരിക്ക സൃഷ്ടിച്ച വേൾഡ് ഓർഡറാണ്. ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത്? ഈ വേൾഡ് ഓർഡറിനെ, റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡറിനെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയെ ട്രംപ് ബഹുമാനിക്കുന്നില്ല. WTO പോലുള്ള സംഘടനയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ അപ്പലേറ്റ് ബോഡി ഉണ്ട്. അപ്പലേറ്റ് ബോഡിയിലെ ട്രിബ്യൂണൽ അംഗങ്ങളെ നിയമിക്കാനായിട്ട് ഒരു കോൺസെൻസസിലാണ് എപ്പോഴും അതിന്റെ നിയമനങ്ങൾ നടക്കുന്നത്. ഈ കോൺസെൻസസിന് തയ്യാറാവാൻ അമേരിക്ക തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ആ അപ്പലേറ്റ് ബോഡിയിലേക്ക് ആളെ നിയമിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അപ്പലേറ്റ് ബോഡിക്ക് ഇത്തരം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ WHO നിന്ന് പിന്മാറുന്നു, 66ഓളം അന്തർദേശീയ സംഘടനകൾ പിന്മാറി എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ ലോക രാഷ്ട്രീയത്തിൽ, ആഗോള ലോകക്രമത്തിലെ ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന അവസ്ഥയിൽ നിന്നും മാറി ഈ ട്രംപിന്റെ ഇഷ്ടപ്രകാരമുള്ള ലോകക്രമം, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഫോഴ്സ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ബലാധിഷ്ഠിത ലോകക്രമം, കയ്യുകൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന തരത്തിലേക്കും ലോകത്തെ മാറ്റാൻ, അതായത് ലോകത്തെ തലകീഴ് മറിക്കാനുള്ള കാര്യമാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് പറയുന്നത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. ആ അപകടകരമായ പ്രവണത നമ്മൾ വെനസ്വേലയിൽ കണ്ടു. വെനസ്വേലയിൽ ജനുവരി മാസം 3-ാം തീയതി അദ്ദേഹത്തിന്റെ വസതിയിൽ കടന്നു കയറി, അദ്ദേഹം കിടപ്പുമുറിയിൽ കടന്നു കയറി പ്രസിഡന്റിനെയും ഭാര്യയും അമേരിക്കൻ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞത് നാർക്കോ ടെററിസ്റ്റ് ആണെന്നാണ്. നാർക്കോ ടെററിസ്റ്റ് ആണെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ ഇദ്ദേഹം നാർക്കോ ടെററിസ്റ്റ് ആണ്. ഇപ്പൊ ജനുവരി 3 മാസത്തിലേറെയായി അദ്ദേഹം ന്യൂയോർക്കിലുണ്ട്, അമേരിക്കയിൽ ജയിലിൽ കഴിയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ലോകത്തിന്റെ മുന്നിൽ ഇദ്ദേഹം നാർക്കോ ടെററിസ്റ്റ് ആണ് എന്ന് പറയുന്നതിന്റെ ഒരു തെളിവിന്റെ കണിയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ജനുവരി മാസം ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയെങ്കിൽ ഫെബ്രുവരി മാസം 28-ാം തീയതി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളത് ഓർക്കേണ്ട കാര്യം. അമേരിക്ക ട്രംപ് നിയമിച്ച അദ്ദേഹത്തിന്റെ മരുമകൻ യാരദ് കുഷ്ണറും അദ്ദേഹത്തിന്റെ വ്യാപാര പങ്കാളി സ്റ്റീവ് വിറ്റ്കോഫും ഒരു ഭാഗത്തും, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വേറൊരു ഭാഗത്തു നിന്നുകൊണ്ട് യുവാന്റെ മസ്ജിദയിൽ ചർച്ച നടന്ന് 26-ാം തീയതി ചർച്ചയിൽ സമവായമായി.
ആ ചർച്ചയിൽ സമവായമായി എന്ന് ലോകത്തോട് ഒമാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു 27 തീയതി ചർച്ച സമവായമായി എന്ന് പറഞ്ഞപ്പോഴാണ് 28 ഇറാനെതിരെ ആക്രമണം നടത്തിയത്. നമ്മൾ കാണേണ്ട ഒറ്റ കാര്യം, ഈ ലോകത്തെ അട്ടിമറിക്കുന്നതിന്റെ കാര്യം, ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോയില്ല, ഇറാൻ അമേരിക്കക്കെതിരെ യുദ്ധത്തിന് പോയില്ല. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിന് പോകാത്ത രാജ്യത്തിനെതിരെ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി എല്ലാ അന്തർദേശീയ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലിനും യുദ്ധത്തിന് പോയത്. അത് ലോകത്തിന്റെ സമാധാനത്തെയും സാമ്പത്തിക ഭദ്രതയെയും എല്ലാം ആശങ്കയിലാഴ്ത്തുന്ന, ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ട്രംപിന്റെ അപകടകരമായ പ്രവണതയാണ്. ശരി, പ്രൊഫസർ ജോസഫ് ആന്റണി, യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ലോകക്രമം എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം എന്ത് തരത്തിലുള്ള ലോകക്രമമായിരിക്കും ഉണ്ടാവുക എന്ന് പറയാൻ വാസ്തവത്തിൽ പറ്റില്ല. കാരണം ഒരു ദിവസം തന്നെ 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്ന ഭരണാധികാരിയാണ് ട്രംപ് എന്നുള്ള കാര്യം. അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന കൃത്യമാണ്. ജെഫ്രി സാക്സ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ എക്സ്പെർട്ട് പറയുന്നത് ഇദ്ദേഹം അൺസ്റ്റേബിൾ ആണ്, അതായത് സ്ഥിരതയില്ലാത്ത മനുഷ്യനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത്രമാത്രം അപകടകാരിയായിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലിബറൽ വേൾഡ് ഓർഡറിൽ അദ്ദേഹം സൃഷ്ടിച്ചത് ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് നാറ്റോ. നാറ്റോ എന്ന് പറയുന്ന ഏജൻസി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇദ്ദേഹം യുദ്ധത്തിനിറങ്ങി, സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റുമാർ യുദ്ധത്തിനിറങ്ങുമ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിൽ ഒരു കോൺസെൻസസ് ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ സേനാ മേധാവിയായിട്ടുള്ള ഡാൻ കെയ്ൻ എന്ന് പറയുന്ന ആൾ യുദ്ധത്തിന് പോകരുത്, അത് അപകടമാണെന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ യുദ്ധത്തിന് പോകരുത്, അപകടമാണെന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഭരണകൂടത്തിൽ തന്നെ ഒരു കോൺസെൻസസ് ഉണ്ടാകാതെ ഈ ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി, ഇസ്രായേലിന്റെ മൊസാദിന്റെ ചീഫ് ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് യുദ്ധം ഇറക്കിയതാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതൊക്കെ എന്തായാലും അമേരിക്കൻ ഭരണകൂടത്തിനകത്ത് ഒരു കോൺസെൻസസ് ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ഈ കോൺഗ്രസിനെ ധരിപ്പിക്കും, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അംഗങ്ങളെ വിളിച്ച് യുദ്ധത്തിന് പോവുകയാണ്, യുദ്ധത്തിന്റെ കാരണം ഇതൊക്കെയാണ് എന്ന് അവരെ ധരിപ്പിച്ച് അവരുടെ ഒരു കോൺസെൻസസ്, നമുക്കറിയാം ബൈനറി, അതായത് ബൈപ്പോളാർ ആയിട്ടുള്ള അവരുടെ ഒരു പൊളിറ്റിക്കൽ കോൺസെൻസസ് ഉണ്ട്. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും അംഗീകരിക്കും, പ്രധാനപ്പെട്ട കാരണമാണെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് പോകും. രണ്ടത്. മൂന്നാമത്തത്, ഈ പൊതുജനങ്ങളെ, അതായത് അവിടുത്തെ ജനങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. നമുക്ക് വളരെ നമ്മുടെ എക്സിസ്റ്റൻസിനെ, നമ്മുടെ നിലനിൽപ്പിന് അപകടകരമാണ്. ഇപ്പൊ ഇറാഖിൽ അങ്ങനെയൊക്കെ പോയത്. ഇറാഖിൽ 2003 വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കാനുള്ളത് ഉണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ ജനങ്ങൾ വിശ്വസിച്ചു, ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് യുദ്ധത്തിന് പോകാൻ കഴിഞ്ഞത്. നാലാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ അലൈസാര സഖ്യകക്ഷികൾ, നാറ്റോ എന്ന് പറയുന്ന ആരുണ്ട്? നമുക്കറിയാം, ഏത് യുദ്ധത്തിന് പോയാലും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട്, ബ്രിട്ടൻ ഉൾപ്പെടെ. ആ ബ്രിട്ടൻ ഉൾപ്പെടെ രാജ്യങ്ങൾ യുദ്ധം തുടങ്ങിയ സന്ദർഭത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഈ യുദ്ധത്തിന് വരാൻ തയ്യാറല്ല, കാരണം ഈ യുദ്ധം ശരിയല്ല, ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളികളാവില്ല. എന്ന് മാത്രമല്ല, യുദ്ധം തുടങ്ങിയ ശേഷം വളരെ അപകടകരമായ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ വളരെ എണ്ണ പ്രതിസന്ധി നേരിടുകയാണ്. ആ എണ്ണ പ്രതിസന്ധി നേരിടുമ്പോൾ ആ ഘട്ടത്തിൽ പോലും ഇദ്ദേഹം പറഞ്ഞു, ഈ ഹോർമുസ് കടലിടുക്ക് വൃത്തിയാക്കാനായിട്ട്, ക്ലിയർ ആക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വന്നില്ല. ഞാൻ പറഞ്ഞത് ഭരണകൂടത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു, അമേരിക്കയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിൽ ഏറ്റവും കുറവ്, അതായത് ഏത് യുദ്ധത്തിന് പോയാലും അമേരിക്കയിലെ ജനങ്ങൾ ആ ഭരണകൂടത്തിന് സപ്പോർട്ട് ചെയ്യും. ഏതാണ്ട് 20-30% ആളുകൾ മാത്രമാണ് അമേരിക്കയിൽ ഈ യുദ്ധത്തിന്, അത് മാഗായിലെ തന്നെ പിളർപ്പുണ്ടായിരിക്കുന്നു. മാഗാക്കാര് ഒന്ന് അമേരിക്ക ഫസ്റ്റ് വേറൊന്ന് തരത്തിൽ പിളർപ്പുണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഒരു വർഷം കഴിയുമ്പോൾ ഇത്രയധികം റേറ്റിംഗ് കുറഞ്ഞ ഒരു ഭരണാധികാരിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഇനിയും ഒരു 3 വർഷം കൂടി ഉണ്ട് എന്ന അപകടകരമായ സ്ഥിതിയുണ്ട്. അപ്പൊ നാറ്റോ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നമുക്കിനി ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി, അമേരിക്കൻ പ്രസിഡന്റിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വിഭജനം അവിടെ വന്നു കഴിഞ്ഞു ഓൾറെഡി. മറ്റൊന്ന്, ചൈന വളരെ സാഹൂതം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചൈന ഈ യുദ്ധത്തിൽ ഇറാനെ സഹായിക്കുന്നുണ്ട്, സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്, മിലിറ്ററി ഇന്റലിജൻസ് നൽകി സഹായിക്കുന്നുണ്ട്, അത്യാവശ്യം ആയുധ ഘടകങ്ങൾ നൽകി സഹായിക്കുന്നുണ്ട്. അവർ ഈ സാമ്പത്തികമായി അവർ ഡയറക്റ്റായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. റഷ്യക്ക് സഹായിക്കാൻ കഴിയത്തില്ല, റഷ്യയും ചെറിയ തോതിലൊക്കെ ആയുധം നൽകി സഹായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ ജോൺ മീർഷീമർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ റിയലിസ്റ്റ് ചിന്തകനുണ്ട്. അദ്ദേഹം ഈ ഇടയ്ക്ക് നല്ലൊരു ഉപമ നടത്തി. അദ്ദേഹം പറഞ്ഞത് ടൈറ്റാനിക് സിനിമയുടെ ഉപമിച്ച്, ടൈറ്റാനിക് സിനിമയിൽ ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഒരു മഞ്ഞുമലയിലേക്ക് ഓടിപ്പോയി തകർന്ന ചിത്രമുണ്ട്. ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഈ ഐസ്ബർഗ്, അതായത് ഇറാൻ എന്ന് പറയുന്ന ഐസ്ബർഗിന്റെ മുന്നിലേക്ക് ഓടിപ്പോവുകയാണ്, അതിൽ ഇടിച്ച് തകരും എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഉപമ ജോൺ മീർഷീമർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആലോചിക്കാതെ, ഒരു സ്ട്രാറ്റജിക് തിങ്കിങ് ഇല്ലാതെ എങ്ങനെ യുദ്ധം തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള യാതൊരു ചിന്തയുമില്ലാതെ ദിവസക്കണക്കിന് അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുന്ന ഒരു ഭരണാധികാരി നിൽക്കുമ്പോൾ ലോകം തീർച്ചയായിട്ടും അശാന്തമായിട്ടുള്ള ലോകമാകും. ഒരു പക്ഷേ ഇത് ഇറാനിൽ നിന്നും നല്ല പാഠം പഠിക്കുന്നില്ല എങ്കിൽ, നല്ല പാഠം പഠിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹം ഈ സംഘർഷങ്ങൾക്ക് പോകില്ല. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകം വളരെ പ്രതീക്ഷയോടെ ഈ രണ്ടാമത്തെ തവണ അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഐ ആം എ പീസ് പ്രസിഡന്റ്,
ഞാൻ ഫോർവേഡ് വാറിന് പോവില്ല, ഞാൻ സമാധാന പ്രസിഡന്റ് ആയിരിക്കും ശരി എന്ന് പറഞ്ഞപ്പോൾ ലോകം വളരെ ആശ്വസിച്ചു. പക്ഷേ ശരി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്താണോ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സ്വഭാവം പോലെ തന്നെ പറഞ്ഞതിന് തീർച്ചയായിട്ടും ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശരി അദ്ദേഹം ഈ ഇറാൻ വാറിൽ നിന്നും എന്തെങ്കിലും പാഠം പഠിച്ചില്ലെങ്കിൽ അടുത്ത 3 വർഷവും ഇന്ത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിവിടെ ചർച്ച പോലെ യുദ്ധഭീതിയിൽ ഈ ഇന്ധന വിപണി എന്നൊക്കെ പറഞ്ഞ പോലെ യുദ്ധ ദുരന്തത്തിൽ ലോകം നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ശരി, വ്യക്തമാണ്. ശ്രീ TP ശ്രീനിവാസൻ, ട്രംപിന് പറ്റിയൊരു അബദ്ധമായിട്ടാണോ യുദ്ധത്തെ നമ്മൾ കാണേണ്ടത്? അബദ്ധം എന്ന് പറയാൻ നിവൃത്തിയില്ലല്ലോ അത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം, അദ്ദേഹത്തിന്റെ ചില ആണ്, അതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ പോലും പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അത് അബദ്ധമാണെന്ന് പറയാൻ തയ്യാറുള്ള വ്യക്തിയല്ലല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്താ പരിപാടിയെന്ന്. അതുകൊണ്ട് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്ന ഈ കാര്യമൊക്കെ ആരായിരിക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ള ഇന്റേണൽ പൊളിറ്റിക്സിനെ പഠിക്കുന്നത് പോലും സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വിശേഷം. അതുകൊണ്ടാണ് ഇത് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതിൽ മാത്രമാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പദ്ധതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു സ്ഥിരതയും ഇല്ലാത്തത് കൊണ്ട് ഈ പൊളിറ്റിക്കൽ അനാലിസിസിലൊന്നും വലിയ കാര്യമില്ലാത്തത്. കാരണം ഒരാൾ പോലും അദ്ദേഹത്തിനെതിരായിട്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായി പറയുമ്പോൾ ഒരു തോന്നും, ഇത് ഏത് പ്രിൻസിപ്പിളാണ് നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏത് ചരിത്ര സംഭവത്തിനോടാണ് ഇതിന് സാമ്യമുള്ളതെന്ന് ആലോചിക്കുക. ഇതൊന്നും സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വിശേഷമാണ്. അദ്ദേഹം ഇപ്പോൾ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞാൽ നിർത്തേണ്ടെന്ന് ആരും പറയാനില്ലായിരിക്കും. തുടർന്നാലും എല്ലാവരും അതങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ലോക സ്ഥിതി തന്നെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത്. പക്ഷെ എല്ലാവരുടെയും ആഗ്രഹം അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ പെട്ടെന്ന് പറയും ജയിച്ചു, അതുകൊണ്ട് സമരം അവസാനിച്ചു എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിൽ കാണുന്നുള്ളൂ. അതിന് അദ്ദേഹം എപ്പോൾ തയ്യാറാകുമെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ പോലും അറിയുകയില്ലതാണ്. കാരണം എത്ര നാശനഷ്ടങ്ങൾ അദ്ദേഹം സഹിക്കാൻ തയ്യാറാണ്, ആളുകൾ കൊല്ലാൻ തയ്യാറാണ്, ഏത് രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയും എന്നുള്ളതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു ചിന്തയും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അൺപ്രഡിക്റ്റബിലിറ്റി മാത്രമല്ല, ഒരു ടോട്ടൽ കെയോട്ടിക് അറ്റ്മോസ്ഫിയർ ആണ്. പ്രിൻസിപ്പിളും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഇതുപോലെ ഒരു സ്ഥിതിവിശേഷം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോഴാണ് ഭയം തോന്നുന്നത്. കാരണം അദ്ദേഹം ഒരു ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന ചിന്ത നിർഭാഗ്യകരമായ ന്യൂക്ലിയർ യൂസ് ആകാനും സാധ്യതയുണ്ട്. അത് പക്ഷേ അതുണ്ടാകാൻ അദ്ദേഹത്തിന് തന്നെ കഴിവുണ്ടായിരിക്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. പലരും പറയുന്നത് പ്രസിഡന്റിന്റെ മുമ്പിലുള്ള ന്യൂക്ലിയർ ബട്ടൺ ഫേക്ക് ബട്ടൺ ആണെന്നാണ്. ഡീപ് സ്റ്റേറ്റിലാണ്. അവിടെ പോയി അവർ അനലൈസ് ചെയ്തതിനു ശേഷമേ ന്യൂക്ലിയർ യുദ്ധം ആരംഭിക്കാൻ കഴിയുമെന്ന്. പക്ഷെ ഇവിടുത്തെ സ്ഥിതിയിൽ അതുപോലും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഒരു അബ്സല്യൂട്ട് പവർ ഉള്ള ഒരു പ്രസിഡന്റ് നമ്മളിതിലുള്ള ചിന്തകൾ കൊണ്ട് അനലൈസ് ചെയ്താലും അത് ശരിയാകണം എന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കും, വിജയം പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്കിപ്പോൾ. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈ എടുക്കുന്നുവെന്ന വാർത്തകളാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പുറത്തു വരുന്നത്. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഇന്ന് പറയുന്നുണ്ടായി. ട്രംപിനെ വിശ്വസിക്കാമോ ഇക്കാര്യത്തിൽ? വിശ്വസിക്കാൻ കഴിയും. കാരണം ഓരോ ദിവസവും അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അത് ഒബ്ജക്റ്റീവ് എന്താണ്? ഇറാനെ നശിപ്പിക്കുകയാണോ? ഇറാനിലെ റഷീം ചേഞ്ച് ആണോ? റഷീം ചേഞ്ച് കൊണ്ട് അദ്ദേഹം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും? ഇതിലൊന്നും യാതൊരു വ്യക്തതയും അദ്ദേഹത്തിന് പോലും. അദ്ദേഹം പറയുന്നത് 3 റഷീം ചേഞ്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. റഷീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ രാജ്യം അദ്ദേഹത്തിന്റെ സൈഡിലേക്ക് മാറുക എന്നുള്ളതാണ്. അതൊന്നുണ്ടായിട്ടില്ലല്ലോ. 3ാമത്തെ ജനറേഷൻ ആയാലും അതിൽ 3ാമത്തെ ഗ്രൂപ്പായാലും അവരാരും തന്നെ ഒരു തരത്തിലും ഒരു ഫ്രണ്ട്ലിനെസ്സിനേക്കോ നീങ്ങാൻ സാധ്യതയില്ലാത്തത്. പിന്നെ എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക? ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ KJ ജോസഫ്, ഇന്ധനവില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ നാണ്യപ്പെരുപ്പത്തെ എങ്ങനെ ബാധിക്കും? റഷ്യയിൽ നിന്നുള്ള വിതരണം കുറയുമ്പോൾ ഇതിനെല്ലാം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കാനുള്ള സാധ്യതയില്ലേ? Yeah, it's too obvious a question in fact. ഇത് ഒരു വലിയ അനാലിസിസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനകത്ത്. കാരണം ഐ തിങ്ക് വാട്ട് യു ഹാവ് ബീൻ ഡിസ്കസിങ് ഈസ് വാട്ട് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന
കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും ചർച്ച ചെയ്തേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഇന്ധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്നും നമ്മുടെ ട്രേഡ് ബാലൻസ് വേഴ്സൺ ആകുമെന്നും ഒക്കെ അതൊക്കെ വളരെ കോമൺ ആണ് ബേസിക്കലി. അതിനെപ്പറ്റി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞവരോട് പൂർണ്ണമായി എഗ്രി ചെയ്തുകൊണ്ട് പറയുകയാണ്, നമ്മൾക്ക് ചില സിഗ്നലിംഗ് ആണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 5-6 പതിറ്റാണ്ടുകളായി നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ പടുത്തുയർത്തിയ മൾട്ടിലാറ്ററൽ ഏജൻസീസ്, all of them, and are now almost becoming passive spectators, and they have not been able to accomplish അവരെന്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടോ ആ ഒരു കാര്യം പ്രസക്തമായ സമയത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖസത്യം നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസിനെ അവരുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ നടത്തിയ ആഗോളവൽക്കരണത്തിന് ആസ് എൻ ഇക്കോണമിസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു സേ വാട്ട് ഈസ് കോൾഡ് പെർഫെക്റ്റ് ഗ്ലോബലൈസേഷൻ ആൻഡ് വാട്ട് ഈസ് കോൾഡ് ഇംപെർഫെക്റ്റ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഇൻ ദി ട്രൂ സെൻസ് മീൻസ് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും എല്ലാ കമ്മോഡിറ്റികളുടെയും രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റിലുള്ള എല്ലാ വിഘാതങ്ങളും, മനുഷ്യനിർമ്മിതമായ വിഘാതങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ വാട്ട് ആക്ച്വലി ഹാപ്പൻ ഡ്യൂറിങ് 80s and 90s ആൻഡ് വിത്ത് WTO ഈസ് ആക്ച്വലി വികസിത രാജ്യങ്ങൾക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫൈനാൻസിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ടെക്നോളജിയുടെയും മറ്റും രാജ്യാന്തര മൂവ്മെൻറ്റിനുള്ള റെസ്ട്രിക്ഷൻസ് ഡെവലപ്പിംഗ് കൺട്രീസും WTOയുടെയൊക്കെ ആധിപത്യം മാറ്റുകയും, എന്നാൽ നമ്മളെപ്പോലെ നമുക്ക് ഡെവലപ്പിംഗ് ഇക്കോണമീസിന് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ലേബർ മൊബിലിറ്റി ഇൻ ദാറ്റ് സെൻസ് ദാറ്റ് ഹാസ് നോട്ട് റിയലി ബീൻ ഏബിൾ ടു അഡ്രസ്. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് വി ആർ ടുഡേ അറ്റ് എ കൈൻഡ് ഓഫ് ക്രോസ് റോഡ്സ് ഇൻ ദി സെൻസ് ദാറ്റ് നമ്മൾ വളർച്ച ചില രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായെങ്കിൽ പോലും within countries and between countries, between sectors, within sections, inequality are beyond level of anyone's acceptance. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു അൺഈക്വൽ ആൻഡ് അൺസസ്റ്റൈനബിൾ വേൾഡിലേക്കാണ് ഇന്ന് വി ആർ ടുഡേ ഇൻ ദി വി ആർ ഇൻ ആൻ അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്കോണമി. ആ ഒരു കോണ്ടക്സ്റ്റ് ഇന്ത്യയുടെ കേസ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എക്സ്റ്റേണൽ ബാലൻസിൽ നമുക്ക് ഏതാണ്ട് മെർച്ചൻഡൈസിൽ നമുക്കതൊരു $290 ബില്യൺ ഡെഫിസിറ്റാണുള്ളത്. അതേതാണ്ട് ഒരു 9-8-9% വരും നമ്മുടെ ഇന്ത്യൻ GDP. അപ്പം ഈ കമ്മോഡിറ്റി ട്രേഡിൽ നിന്ന് നമുക്ക് ഉള്ള ഈ ഡെഫിസിറ്റ് അധികം കുറച്ച് തന്ന് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് 110 ബില്യണിലേക്ക് കുറയ്ക്കുന്നത് നമ്മുടെ സർവീസ് മേഖലയിലെ എക്സ്പോർട്ട് കൊണ്ടാണ്, അതുപോലെ റെമിറ്റൻസ് ഒക്കെ കാരണം. അപ്പം ഈ തരത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം, അതിനകത്ത് ഓയിൽ പ്രൈസ് ഇൻക്രീസ്, യു നോ ദാറ്റ് സംതിങ് ലൈക്ക് ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് $10 കണ്ട് ഒരു ബാരൽ എണ്ണയുടെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 0.5% കണ്ട് വർദ്ധിക്കും. അപ്പം എന്ന് പറയുന്നത് ഇറ്റ്സ് ബാഡ് ഫോർ എവ്രി വൺ, പക്ഷേ ഇറ്റ്സ് എ പർട്ടിക്കുലർലി ഹിറ്റ് ദി പാവങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഫലമായിട്ട് നമ്മുടെ ഇന്റർനാഷണൽ കോമ്പറ്റൻസ് പറയുന്നു, നമ്മുടെ ഈ ട്രേഡ് ബാലൻസ് നമുക്ക് അഡ്വേഴ്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ റുപ്പിയുടെ ഡീവാലുവേഷൻ ഉണ്ടാകുന്നു. സോ ദെൻ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒരു വശത്തും ട്വിൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇക്കോണമിസ്റ്റുകൾ, അതായത് ഇക്കോണമിയുടെ ഇന്റേണലി ഫിസിക്കൽ ഡെഫിസിറ്റ് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും ഈ ട്വിൻ ഡെഫിസിറ്റ് ദാറ്റ് ദേ മ്യൂച്വലി റീഇൻഫോഴ്സ് ആൻഡ് ദാറ്റ് ക്യാൻ ഇൻഡീഡ് have an adverse effect on the rate of growth of the GDP, and I'm sure that the estimate says that if with this trend going, our next GDP growth will be at least lower by 1 percentage point, and this is going to really set a huge impact on India's ambition of becoming a developed economy. So what actually is, I mean, if you talk about this, what actually surprises me is that after all, US accounts for only 15% of the 16% of the GDP of the global world. And what happens to 80% of the countries, and why are they remaining as passive spectators?
And I would say that I think നമ്മുടെ ശ്രീ TP ഒക്കെ ഉണ്ടല്ലോ ചിന്തിക്കേണ്ടതെന്ന്, വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ടു ദി ഡിപ്ലോമസി ഫെയിലിയർ. A huge diplomatic architecture has been kind of in the public finance language created at the cost of the tax money, and why that is becoming ineffective. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നേരത്തെ പറഞ്ഞാൽ ഈ ഐ പെർഫെക്റ്റ്ലി അഗ്രി വിത്ത് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് TPS ദാറ്റ് നോ വി ഷുഡ് ബി ഗെറ്റിംഗ് ഇൻ ടു ദി റൂട്ട് ഓഫ് ദി പ്രോബ്ലം rather than the outcome in the നമ്മൾ സിംറ്റത്തിലെ നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ I perfectly agree that the problem is immense, acute, and it is going to have a devastating effect on the Indian economy. ഏതാണ്ട് $50 lakh, I mean $50 lakh, അതായത് ഓൾമോസ്റ്റ് ഇന്ത്യസ് ആനുവൽ ബജറ്റിനേക്കാൾ കൂടിയ വാല്യൂ റിഡക്ഷൻ ആണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് സ്പില്ലിംഗ് ഓവർ ടു ഡിഫറെന്റ് സെക്ടേഴ്സ്. അപ്പം ഇതിനെ നമുക്ക് we cannot do anything much, and I was wondering, our Prime Minister has a huge human world image. I have not seen him opening his mouth. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വ്യക്തമാണ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ ജോസഫ് ആൻ്റണി, അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഡിപ്ലോമാറ്റിക് ഫെയിലിയറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതൊരു ഇക്കണോമിക് ആസ്പെക്ട് ഡിസ്കസ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഈ ആന്റണി അൽബനീസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ഈ ദിവസങ്ങളിൽ ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറഞ്ഞതാണ്, ഈ യുദ്ധം ഇന്ന് തീർന്നാലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മളെ വളരെ നാളുകൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കും, നമ്മളോടൊപ്പം ഉണ്ടാവും, ഇതിന്റെ തെറ്റായ ഇമ്പാക്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം ആൾക്കാരോട് പറയാണ്, നമ്മൾ വളരെയധികം 90%, ഇന്ത്യയെ പോലെ 90% എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നിടത്തോളം പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കണം. ഈ ഹോളി വീക്ക് വരികയാണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എണ്ണയൊന്ന് സംഭരിച്ചു വെച്ചിട്ട് അതിനെ നിങ്ങൾ ആഘോഷിക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് മാത്രമല്ല, ചില നികുതിദായകർക്ക് 50% ഇളവ് അദ്ദേഹം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് ലോകം മുഴുവൻ, ജോസഫ് സാർ പറഞ്ഞ പോലെ ഈ ലോകം മുഴുവൻ ലോകത്തിന്റെ വികസനം, ഗ്ലോബൽ GDP തന്നെ താഴേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങൾ, എണ്ണ പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം, ഒരു രാജ്യം പറഞ്ഞു ഈ ഒരു പ്രത്യേക പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്ന നാശം ശരിയാക്കാൻ തന്നെ 5 വർഷം എടുക്കും, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എങ്ങനെയെല്ലാം ബാധിക്കും? അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പിരിച്ചുവിടും, ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളം കുറയ്ക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള ആസ്പെക്റ്റുകൾ ഇതിനകത്ത് അതിശക്തമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു സാമ്പത്തിക വശം, ഞാൻ TP പറഞ്ഞ പോലെ ഞാൻ സാമ്പത്തിക വിദഗ്ധരൊന്നുമല്ല, ഈ ആൽബനീസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കാണേണ്ട കാര്യം, വാസ്തവത്തിൽ ഇന്ത്യ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ 3ാം ലോക രാജ്യത്തിന്റെ നേതാവാണെന്നാണ്. വി ആർ ദ ലീഡർ ഓഫ് ദ ഗ്ലോബൽ സൗത്ത് എന്നാ 3ാം ലോക രാജ്യം. ഇപ്പൊ നമ്മൾ 2023 G20 ഇവിടെ ഉന്നതതല സമ്മേളനമൊക്കെ നടത്തി വെച്ചിട്ട് നമ്മൾ പരമാവധി പ്രൊജക്ട് ചെയ്യാൻ ശ്രമിച്ചത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന വിഭാഗത്തിന്, അതായത് 3ാം ലോക രാജ്യങ്ങളുടെയൊക്കെ ഒരു നേതാവാണ് എന്നാണ്. വാസ്തവത്തിൽ എന്തുമാത്രം ക്രെഡിബിലിറ്റി ആ 3ാം ലോക രാജ്യം എന്ന ആ ഒരു ക്ലെയിമിന് ഉണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അതാ പരിശോധിച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള റോളിലേക്ക് വരാം. ഒന്ന്, 3ാം ലോക രാജ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തരത്തിലുള്ള അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ജപ്പാനും കാനഡയൊക്കെ ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാം ഏതാണ്ട് 3ാം ലോക രാജ്യങ്ങൾ. ചൈന ഒഴികെയുള്ള ചൈന പറയുന്നത് ചൈനയും 3ാം ലോക രാജ്യം, ഗ്ലോബൽ സൗത്തിന്റെ ലീഡറാണെന്ന്. അതൊരു ഡിസ്പ്യൂട്ടഡ് തിങ്. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്ലോബൽ സൗത്തിന്റെ നേതാവാണ് എങ്കിൽ നമ്മളൊരു വലിയ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ശക്തിയായി ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ഹൈ ടേബിളിൽ ഞങ്ങൾക്ക് റോൾ ഉണ്ടാവണം, ഞങ്ങൾക്കൊരു കസേര ഉണ്ടാവണം എന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി. UN പോകുമ്പോഴും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള സ്ഥലത്ത് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴും പറയുന്നതാണ്. നമ്മൾ എന്താ ഈ ഗ്ലോബൽ സൗത്തിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? വാസ്തവത്തിൽ ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യം നോക്കൂ. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ ഒരുപാട് എണ്ണ ഇറക്കുമതി ചെയ്ത രാജ്യമാണ്, 3ാം ലോക രാജ്യമാണ്, ഗ്ലോബൽ സൗത്തിന്റെ ഭാഗമാണ്. ആ ഗ്ലോബൽ സൗത്തിലെ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭാര്യയും അദ്ദേഹത്തിന്റെ വസതിയിൽ കടന്നു കയറി അമേരിക്ക പിടിച്ചോണ്ടുപോയി. നമ്മുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ ഇപ്പുറത്തെ പ്രശ്നത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു, ജനങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. എന്താ പ്രശ്നത്തിന്റെ കാരണം? പ്രശ്നത്തിന്റെ കാരണം ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്രംപിന്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹത്തിന്റെ വസതിയിൽ കടന്നു കയറി പിടിച്ചോണ്ടുപോയി, ഇല്ലീഗലായിട്ട് പിടിച്ചോണ്ടുപോയി. അങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? ഗ്ലോബൽ സൗത്തിന്റെ നേതാവാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താണ്?
അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം വെനസ്വേലയിൽ ചെയ്തതിനെ ഞങ്ങൾ വിമർശിക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ നമ്മൾ ഗ്ലോബൽ സൗത്തിന്റെ നേതാവാകുന്നത്. നമ്മൾ അവിടെ നിന്ന് ഒരുപാട് എണ്ണ ഇറക്കുമതി ചെയ്ത രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്ന രാജ്യം. ഷാവേസിന്റെ കാലത്തൊക്കെ നമ്മൾ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന രാജ്യമാണ്. ഒന്ന്. രണ്ട്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം 1947 മുമ്പ് ഇന്ത്യയുടെ അയൽ രാജ്യമാണ്. പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു പോയപ്പോഴാണ് അയൽ ബന്ധമില്ലാതായത്. അയൽ രാജ്യമായിരുന്നു. ഇന്ത്യയും ഇറാനും തമ്മിൽ വളരെയധികം സാംസ്കാരിക ബന്ധം, സിവിലൈസേഷണൽ റിലേഷൻ ഉള്ള രാജ്യമാണ്. ഒരു വളരെ രസകരമായ ഒരു കാര്യം, ഈ അവിടെ വിപ്ലവം നടത്തിയ 1979 വിപ്ലവം നടത്തിയ അയത്തുള്ള അലി ഖമേനിയുടെ മുത്തച്ഛൻ യുപിയിലാണ് ജനിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പലതരത്തിൽ ഇന്ത്യയുമായി ബന്ധം ഉണ്ടായിരുന്ന ഒരു രാജ്യം, ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യം ഇറാൻ എന്ന് മാത്രമാണോ? ബ്രിക്സിലെ മെമ്പർ, നമ്മുടെ ഒരു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള വലിയ ഒരു ബ്ലോക്കായി നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്ന ബ്രിക്സിലെ അംഗം, ഈ ബ്രിക്സിലെ അംഗം അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിലെ അംഗമായ രാജ്യം, ഒരുപാട് എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുള്ള രാജ്യം, ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ, പരമോന്നത ആചാര്യനെയും നേതാവിനെയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരെയും ഭാര്യയും എല്ലാം മക്കളെയും എല്ലാം എന്താണ് ഈ ഏറ്റവും തെറ്റായിട്ടുള്ള ഈ വാർ ബൈ ഡീകാപ്പിറ്റേഷൻ, ഈ ഭരണാധികാരികളെ ആക്രമിച്ച് കൊല്ലുക എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഉപയോഗിച്ച് അവരെ കൊന്നിട്ട് നമ്മൾ പ്രതികരിച്ചോ? നമ്മൾ പ്രതികരിച്ചില്ല. നമ്മൾ ഇതിനകത്ത് കണ്ടോളൻസസ് രേഖപ്പെടുത്തി. അദ്ദേഹം മരിച്ചത് ആരാ കൊന്നത് അമേരിക്ക. അപ്പൊ അമേരിക്കൻ എന്ന് പറയുന്ന രാജ്യം ഈ നേതാക്കന്മാരെ വധിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയണ്ടേ ഗ്ലോബൽ സൗത്തിന്റെ നേതാവ് പറഞ്ഞില്ലല്ലോ. എന്ന് മാത്രമാണ്. നോക്കൂ, ഫെബ്രുവരി 28-ാം തീയതിയാണ് യുദ്ധം തുടങ്ങിയത്. ഫെബ്രുവരി 28-ാം തീയതി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 25-26 തീയതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വിദേശയാത്ര നടത്തി. എങ്ങോട്ടാണ് വിദേശയാത്ര നടത്തിയത്? ഇസ്രായേലിലേക്കാണ് വിദേശയാത്ര നടത്തിയത്. ഇസ്രായേലിലേക്ക് വിദേശയാത്ര നടത്തിയിട്ട് അവിടുത്തെ പാർലമെന്റ് പ്രസിഡന്റ് പറഞ്ഞു, വി ആർ വിത്ത് യു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന്. അതായത് യുദ്ധം നടക്കും, ഏത് സമയത്ത് വേണമെങ്കിലും ഇറാനെ ആക്രമിക്കാം എന്ന ലോക രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ മൂന്നാം ലോക രാജ്യത്തിന്റെ ഗ്ലോബൽ സൗത്തിന്റെ നേതാവായിട്ടുള്ള ലോകത്തെ ഈ നമ്മൾ പറയും, നമ്മുടെ ഇന്ത്യൻ നേതാക്കന്മാര് പറയുന്നത് നമ്മൾ വിശ്വഗുരുവാണ്. നമ്മൾ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഈ ലോകത്തിന്റെ ശാന്തിയും സമാധാനവും നിലനിർത്താനും മറ്റുള്ളവരെ ഉപദേശിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെയുള്ള എടുക്കേണ്ട വിശ്വഗുരു എന്ന് പറയുന്ന രാജ്യം ഈ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഈ വാർ ക്രിമിനലായിട്ട് മുദ്രകുത്തപ്പെട്ടിരിക്കുന്ന ആളെ പോയി ആലിംഗനം ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് 2ാം ദിവസമാണ് ആക്രമണം നടത്തിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ക്രെഡിബിലിറ്റി ആസ് എ ലീഡർ ഓഫ് ദ ഗ്ലോബൽ സൗത്ത് ഹാസ് ഗോൺ. നമുക്ക് അതായത് ആരും വിശ്വസിക്കാവുന്ന, അതായത് ഒരു പ്രശ്ന പരിഹാരത്തിന് സമീപിക്കാവുന്ന രാജ്യമായി ഉയരാവുന്ന സാഹചര്യം പല സന്ദർഭത്തിൽ, റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോഴും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടന്നപ്പോഴും ഇപ്പോഴും നമുക്ക് പ്രശ്ന പരിഹാരത്തിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പശ്ചിമേഷ്യയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അമേരിക്കയുമായിട്ട് നമുക്ക് ബന്ധം, ഇറാനുമായിട്ട് നല്ല ബന്ധം, പശ്ചിമേഷ്യയായിട്ട് നമുക്ക് ബന്ധം. നമ്മളെപ്പോലൊരു രാജ്യമല്ലാതെ ഈ വാസ്തവത്തിൽ ഈ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആരുണ്ട്? നമ്മളൊരു പക്ഷം പിടിച്ച് നിൽക്കുകയാണ്. നമ്മളൊരു പക്ഷം പിടിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള മധ്യസ്ഥനാവാനുള്ള റോള് നമ്മൾ കളഞ്ഞു കുടിച്ചു. ഗ്ലോബൽ സൗത്തിന്റെ നേതാവ് എന്നുള്ള റോള് നമ്മൾ കളഞ്ഞു കുടിച്ചു. അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ TP ശ്രീനിവാസൻ, നയതന്ത്രപരമായ ഒരു പാളിച്ച ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ടോ? നയതന്ത്രപരമായി ഇന്ത്യ എന്തു ചെയ്യണം? റഷ്യ, ഇറാൻ, സൗദി തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം ഈ സാഹചര്യത്തിൽ എങ്ങനെ ബാലൻസ് ചെയ്യും? Diplomacy is not an answer to everything. ഞങ്ങളുടെ തന്നെ ഒരു കോളീഗ് ഫോറിൻ സർവീസിലുള്ള ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ഡിപ്ലോമെട്രി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഏത് ഡിപ്ലോമാറ്റിക് ഇക്വേഷനും മാത്തമാറ്റിക് ഇക്വേഷനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയുള്ളത് അദ്ദേഹം പല ഇൻസ്റ്റൻസസും കാണിച്ചപ്പോൾ അതിലെല്ലാം അഡ്വാൻറ്റേജസ് ആയിട്ട് വന്നത് നമ്മുടെ പ്രിസംഷൻസ് of various other countries are known എന്നുള്ള സമയം. ഇപ്പോൾ diplomacy has become impossible because at least the reactions of the most powerful president in the world is not measurable or comparable to diplomatic situation. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു? ഈ യുദ്ധം അടുക്കാൻ വന്നപ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ പോയെന്നുള്ളത് ശരിയായ ഒരു മറുപടി നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയായി. കാരണം അമേരിക്കയുമായിട്ടുള്ള ഏകദേശം സ്ഥിതിയിലായിരുന്നു അപ്പോൾ ഇത് വരുമ്പോഴെങ്കിലും ഈ സമയത്ത് ഇവിടത്തെ കാര്യത്തിൽ നമുക്കൊരു താല്പര്യമുണ്ട്. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ രാജ്യമാകരുത് എന്ന് പലതവണ
അറ്റോമിക് എനർജി ഏജൻസി. നമ്മൾ പറയുന്നത് എന്താണ്? അവർ NPT സൈൻ ചെയ്ത രാജ്യമാണ്. അതുകൊണ്ട് NPTയോട് അവർ കൂറ് പുലർത്തേണ്ടതാണ്. ഇന്ത്യ NPT സൈൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും നമ്മൾ NPTയുടെ പലതരം ബഹുമാനിക്കുന്നുണ്ടെന്ന് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രത്യേകത. പക്ഷെ അവര് ആ കാര്യത്തിൽ ഒട്ടും താല്പര്യം കാണിച്ചില്ല. ഏതെങ്കിലും തരത്തിൽ ഈ സസ്പിഷൻ, അറ്റോമിക് എനർജി ഏജൻസിയുടെ സസ്പിഷൻ ഉണ്ടല്ലോ അവരുടെ, അതേ സമയത്ത് ചെന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിവില്ല എന്നാണ് IAEA എപ്പോഴും പറഞ്ഞിരുന്നത്. അത് 2002 തുടങ്ങിയ ഒരു കാര്യമാണിത്. ഞാൻ പല സമയത്തും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്കൊരു താല്പര്യമുണ്ട്. അതാണ് നമ്മുടെ ബേസിക്. ഇറാൻ ആണവായുധ രാജ്യമായിക്കൂടാ എന്നുള്ളതിൽ നമുക്ക് വലിയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രിൻസിപ്പിൾ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ സമാധാനപരമാണെങ്കിൽ അതിനെ താങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അത് ഇറാനും നന്നായിട്ട് അറിയുകയും ചെയ്യും. പക്ഷേ അതിന് ഉപരിയായി എന്തെങ്കിലുമൊക്കെ ഇറാനെതിരായിട്ട് സാങ്ഷൻസ് വരുത്തുമ്പോൾ എണ്ണ വാങ്ങിച്ചുകൂടാ, അങ്ങനെയൊക്കെ ഉള്ളതൊന്നും നമ്മൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇറാനുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്റ് ചെയ്തത്. അതുപോലെ ആദ്യത്തെ ഈ എഗ്രിമെന്റ് ഉണ്ടായപ്പോഴും 2015 എഗ്രിമെന്റ് ഉണ്ടായപ്പോഴും നമ്മൾ മുഴുവനായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. കാരണം ബേസിക് പ്രെമിസ് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ സിഗ്നൽ കൊടുത്തത്. നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു അമേരിക്കയുടെയും ഇറാന്റെയും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ സിവിലൈസേഷണൽ റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ പറഞ്ഞാലും ഇറാൻ ഒരു ആണവായുധ രാജ്യമാകരുത് നമുക്ക് വലിയ താല്പര്യം എന്നുള്ളത് നമ്മൾ സ്ഥാപിക്കേണ്ടതാണ്. അതാണ് പ്രധാനമന്ത്രി ചെയ്തത്. പക്ഷെ അദ്ദേഹം വിചാരിച്ചത് അതുകൊണ്ട് നമ്മളെ കൂടെ കൺസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമാധാന ശ്രമങ്ങൾക്ക് നമുക്ക് റോൾ ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ്. ഈ ഗ്ലോബൽ സൗത്തിനെ പറ്റി പറയുമ്പോൾ ഗ്ലോബൽ സൗത്ത് എന്നൊരു സാധനം ഇപ്പോഴും ഇല്ല. നമ്മൾ G20 വഴി ഒരു ഗ്ലോബൽ സൗത്ത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോ അവിടെ നോൺ അലൈൻ മൂവ്മെന്റിൽ പോലും ഒരു ഇതല്ലോ, നമ്മളെല്ലാരും പറയാറുണ്ട് ശരീരത്തിന് നേതാവാണ് ഇന്ത്യ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പല തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ നമ്മൾ നേതാവാകുന്നു. അതില്ലാതാകുമ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയന് വേണ്ടി നോൺ മൂവ്മെന്റ് എൻറ്റയർ മൂവ്മെന്റ് വാസ് അഗൈൻസ്റ്റ് us. പക്ഷെ അവിടെ എന്തായിരുന്നു? നമ്മുടെ ഒരു രാഷ്ട്രീയ താല്പര്യം നോക്കിയാണ് നമ്മൾ. ശരി, ഒരു ബാലൻസിംഗ് ആണ് എപ്പോഴും ഉള്ളത്. അതിലാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ സമയപരിമിതി മൂലമാണ്. ഡോക്ടർ KJ ജോസഫ്, ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ ഇന്ത്യയിലെ പണപ്പെരുപ്പം, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, രൂപയുടെ മൂല്യം, ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? സാധാരണക്കാരൻ്റെ ജീവിത ചെലവിൽ എത്ര വലിയ വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒരു വശത്ത് ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലേഷണറി സ്പൈറൽ കഴിയുമ്പോൾ ആ സ്പൈറൽ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെയുള്ള സാധാരണക്കാരുടെ ജീവിത നിലവാരത്തെ ബാധിക്കും. ഈ ഓയിൽ ബീയിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ്. അപ്പം അത് കാരണം അതിൻ്റെ ലിങ്ക്സ് അത് ഉപയോഗിക്കുന്ന മേഖലകളിലും പ്രത്യക്ഷപ്പെടും. ട്രാൻസ്പോർട്ടേഷന് കോസ്റ്റ് വർദ്ധിക്കും. ഇത് ഉപയോഗിക്കുന്ന എല്ലാ വ്യവസായ രംഗങ്ങളിലും അതിൻ്റെ ഇമ്പാക്റ്റ് പ്രകടമായിരിക്കും. അപ്പം ആസ് ഐ ടോൾഡ് യു, there is no sectors of the economy will be remaining unaffected. പക്ഷേ അതിൻ്റെ കൂടെ വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഇപ്പം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ 9% ആ 9% ട്രേഡ് ഡെഫിസിറ്റിനെ 2% കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആക്കുന്നത് നമ്മുടെ സർവീസ് എക്സ്പോർട്സ് ആണ്. അതിൽ റെമിറ്റൻസ് ഉണ്ട്. ഈ അന്താരാഷ്ട്ര സംഘർഷം നമ്മളുടെ ഇങ്ങോട്ട് റിട്ടേൺസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മുടെ കറണ്ട് അക്കൗണ്ട് വിൽ ബി ബിക്കമിങ് മച്ച് മോർ വേഴ്സ്. അപ്പം ഈ രീതിയിൽ നോക്കുമ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഒരു വശത്ത്, ഇന്റേണൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഒരു വശത്ത്. പക്ഷേ ഇഫ് ഇറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പ്രൊഫസർ ജോസഫാനി പറഞ്ഞ പോലെ തന്നെ it will take its own time for the economy to revive. It cannot that സ്റ്റോക്ക് മാർക്കറ്റ് പോലെ അല്ലല്ലോ. കാരണം ഇക്കോണമി റിവൈവ് ചെയ്യണമെങ്കിൽ അപ്പം അതിന്റെ ഇമ്പാക്ട് വിൽ ബി ടേക്കിംഗ് ഇറ്റ്സ് ഓൺ ടൈം. ശരി, വ്യക്തമാണ്. The point which we can expect today is any effort we cannot
സ്പെയർ എനി എഫേർട്ട്. ഇപ്പം ഒരു മധ്യസ്ഥനായിട്ട് ഇപ്പോൾ പാകിസ്ഥാനൊക്കെയാണ് വെച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ അപ്പം ഇതൊക്കെ എന്തോ ഇന്ത്യയുടെ ഭാവി ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുണ്ടായിരുന്ന സ്ഥാനം എങ്ങനെയായി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ആശങ്കകൾ വരുന്നു. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. യുദ്ധം കേവലം അതിർത്തികളിലല്ല, അത് നമ്മുടെ അടുക്കളകളിലും പോക്കറ്റുകളിലുമാണ് ചലനമുണ്ടാക്കുന്നത്. റഷ്യയുടെ ഇന്ധന കയറ്റുമതി നിരോധനവും പശ്ചിമേഷ്യയിലെ അസ്ഥിരതയും ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിലവിൽ നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം ആശ്വാസകരമാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ നയതന്ത്രപരവും സാമ്പത്തികവുമായ കരുതലുകൾ അനിവാര്യമാണ്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ TP ശ്രീനിവാസൻ, ഡോക്ടർ KJ ജോസഫ്, ഡോക്ടർ ജോസഫ് ആൻ്റണി, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.